മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായുള്ള ഇടപാടുകളുടെ വിവരങ്ങളും രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാതെ CMRL. രേഖകൾ ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ച് തീർപ്പാക്കിയതാണെന്നാണ് CMRL വാദം. കേസിൽ CMRLലെ കൂടുതൽ ജീവനക്കാരെ ED ചോദ്യം ചെയ്യും. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കരാറിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ ഹാജരാക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ രേഖകൾ നൽകാൻ CMRL തയ്യാറായില്ല. ചൊവ്വാഴ്ച ഹാജരായ ചീഫ് ഫിനാൻസ് മാനേജർ P. സുരേഷ് കുമാർ രേഖകൾ ഹാജരാക്കിയില്ല. ആവശ്യപ്പെട്ട രേഖകൾ ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ച് തീർപ്പാക്കിയതാണെന്നാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. രേഖകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും കൈമാറാൻ സാധിക്കില്ലെന്നുമാണ് വാദം. ആദായനികുതി നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് CMRLന്റെ നീക്കം. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ലെന്ന മറുപടിയാണ് ജീവനക്കാർ നൽകുന്നതെന്നും ED പറയുന്നു. എന്നാൽ CMRL ജീവനക്കാരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. എക്സാലോജിക് വിഷയം പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും പക്ഷേ അതിന്റെ പേരിൽ CPIM നേതാക്കളെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചർച്ച ചെയ്യേണ്ടത് കാര്യങ്ങളും അതല്ല, കമ്പനികൾ തമ്മിലുള്ള തർക്കമോ പ്രശ്നമോ എന്തൊക്കെയാണോ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കുള്ള ഒറ്റ കാര്യം, അതിന്റെ പേരും പറഞ്ഞ് പിണറായി വിജയൻ എന്ന CPIM നേതാവിനെയും മുഖ്യമന്ത്രിയെയും അതിലേക്ക് കടന്നു ചെല്ലാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും അന്നും അംഗീകരിക്കില്ല, ഇന്നും അംഗീകരിക്കില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാ നമ്മുടെ അടുത്ത നിലപാട്. EDക്കെതിരെ CMRL MD ശശിധരൻ കർത്തിയും ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. റിപ്പോർട്ടർ, കൊച്ചി.